കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അഡൾട്ടറി അല്ലെങ്കിൽ അഭിഹിതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കേസിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് 2022 ഒരു ചേട്ടനും ചേച്ചിയും കൂടി കല്യാണം കഴിക്കുന്നു. അതിനുശേഷം 2023 ആയപ്പോൾ ഭാര്യ എന്ത് ചെയ്യുന്നു, ഭർത്താവിന് എതിരെ വിവാഹമോചനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യാണ്. അപ്പോൾ അതിൽ ഭാര്യ പറയുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് വേറെ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും മീൻസ് അവിഹിത ബന്ധമുണ്ടെന്നും അവർ തമ്മിൽ പല സ്ഥലങ്ങളിലേക്കും ഒരുമിച്ച് സഞ്ചരിക്കാറുണ്ട്, നിരന്തരമായി ഫോൺ വിളിക്കാറുണ്ട്, പല സ്ഥലങ്ങളിലും അവർ ഒരുമിച്ച് താമസിക്കാറുണ്ട് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഡിവോഴ്സ് പെറ്റീഷനിൽ ഭാര്യ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഭർത്താവ് ഈ കാര്യം എന്ത് ചെയ്യുന്നു, നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഫ്രണ്ടായ ഈ സ്ത്രീയും കൂടി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ തന്നെ എവിടേക്കും ഒന്നും പോയിട്ടില്ല, ഭാര്യ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടില്ല, ഒരുമിച്ച് താമസിച്ചിട്ടില്ല, ഒരുമിച്ച് സംസാരിച്ചിട്ടില്ല എന്നെല്ലാം അവർ കോടതിയിൽ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കേട്ടപ്പോൾ കോടതി പറഞ്ഞത് എന്താണ്, ശരിയാണ്, അതിനെന്തെങ്കിലും എവിഡൻസ് വേണമല്ലോ. അപ്പോൾ എവിഡൻസ് ഈ കേസിലില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവും ഈ പെൺകുട്ടിയും തമ്മിൽ സംസാരിച്ചതിൻ്റെ തെളിവിനായിട്ട് CDR കോപ്പി, CDR അറിയാമല്ലോ, CDRൻ്റെ കോപ്പി വേണം എന്ന് അവർ അപേക്ഷിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അപേക്ഷിച്ചപ്പോൾ ഭർത്താവും ഈ പെൺകുട്ടിയും പറഞ്ഞു, ഒരു കാരണവശാലും CDR ഭാര്യയ്ക്ക് അനുവദിക്കാൻ പാടില്ല. കാരണം CDR അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൈവസിനെ അത് ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് ഇതാണ്, ഇതെന്ന് പറയുന്നത്. അപ്പോൾ പോയിന്റ് അപ്പം ഇങ്ങനെയാണ് പറയുന്നത്, അതായത് നോട്ടിങ് ലിമിറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു പ്രൈവസി ദ വെർഡിക്റ്റ് കംസ് ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്, cited the 2003 Supreme Court ruling in case noting limited instructions into privacy are permissible to uncover the truth. The court clarified that CDRs and tower data provide neutral corroborative evidence without violating substantive private communication എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ CDRും അല്ലെങ്കിൽ ടവർ ലൊക്കേഷനും നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവിടെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ സംഭാഷണം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള ഒരു വ്യക്തിയുടെ പ്രൈവസി ഡീറ്റെയിൽസ് പുറത്തു പോയി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് CDRൻ്റെ കോപ്പി എടുക്കുവാനായിട്ട് ഭാര്യയ്ക്ക് അനുവാദം കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിധിയുടെ ആനുകൂല്യം ഇതുപോലെ സിറ്റുവേഷനിൽ പെട്ടു നിൽക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ വിധിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.